Morning, everyone. In today's class, uh, we will see the structure of an atom. Okay. Uh, Actually, in 1897, J.J. Thomson discovered electrons. 1897 ജെ തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ഒരു ആറ്റത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ്, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഏതൊരു മെറ്റീരിയൽ എടുത്താലും മാറ്റർ എടുത്താലും സോ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബേസിക് എൻറ്റിറ്റി കോൾഡ് ആറ്റംസ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ക്യൂബ് ഓഫ് ഷുഗർ, ഒരു ഷുഗറിന്റെ ഒരു ക്യൂബ് എടുക്കുകയാണ്. ആ ക്യൂബ് എടുത്തിട്ട് അപ്പൊ ആ ഷുഗർ ക്യൂബിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. നൗ യു സ്പ്ലിറ്റ് ദ ക്യൂബ് ഇൻ ടു ടു ഹാഫ്സ്. ഓക്കെ. എന്നിട്ട് അപ്പോ ആ രണ്ട് ഭാഗത്തിന്റെയും പ്രോപ്പർട്ടീസ് ദാറ്റ് വിൽ ബി സിമിലർ, ടു ഷുഗർ. അതുപോലെ തന്നെ ഇപ്പോ ഇനി അതിനെ പിന്നെയും ചെറിയ ചെറിയ പീസാക്കി നോക്കുക. ഓക്കെ. അപ്പോ എത്ര ചെറിയ പീസാക്കി കഴിഞ്ഞാലും ദ പ്രോപ്പർട്ടി റിമെയിൻസ് ദ സെയിം. അപ്പോ ചോദ്യം ഇതായിരുന്നു, ഇങ്ങനെ നമ്മൾ അതിനെ ചെറുതാക്കി ചെറുതാക്കി പോവുകയാണെങ്കിൽ ഹൗ സ്മോൾ യു ക്യാൻ. സോ ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ. അപ്പോ ആ സ്മോളസ്റ്റ് എൻറ്റിറ്റി അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റം എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ കൺസെപ്റ്റ് ഈ ഇലക്ട്രോൺസ് ഡിസ്കവറി ചെയ്യുന്നതിന് മുന്നേയുള്ള ഒരു ആറ്റത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആറ്റം ഇസ് എ സോളിഡ് സ്ഫിയർ ലൈക്ക് തിങ് ദാറ്റ്സ് ഇൻവിസിബിൾ. ഓക്കെ. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോം മാസ് ഉള്ള ഒരു സ്ഫിയർ, ഇതാണ് ഒരു ആറ്റായിട്ട് കൺസിഡർ ചെയ്തത്, ജസ്റ്റ് ലൈക്ക് എ ബില്യാർഡ് ബോൾ. ഓക്കെ. അപ്പൊ അതിനുശേഷം 1897 ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ ആറ്റം ആസ് എ ഹോൾ ഇറ്റ്സ് ഇലക്ട്രിക്കലി ന്യൂ. ടോട്ടൽ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചപ്പോൾ ഇലക്ട്രോൺസ് ആറ്റത്തിന്റെ ഉള്ളിലുള്ളതാണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. സോ അതിപ്പോ ആറ്റം ന്യൂട്രൽ ആയിരിക്കണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ പോസിറ്റീവ് ചാർജ്. ഓക്കെ. സോ അപ്പൊ പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ജെ തോംസൺ അദ്ദേഹത്തിന്റെ മോഡൽ, അതായത് പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് വെക്കും. ഓക്കെ. അപ്പൊ പ്ലം പുഡിംഗ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നേരത്തെ കൺസെപ്റ്റ് ഇറ്റ് വാസ് എ സോളിഡ് സ്ഫിയർ യൂണിഫോം മാസ്. അതിന് ചാർജ് ഒന്നും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ യൂണിഫോം മാസ് ഉള്ള ഒരു സോളിഡ് സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ജെ തോംസൺ ഒരു മുന്നോട്ട് വെച്ച ഒരു മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ആറ്റത്തിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അവിടെ എവിടെയായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഇൻ എ യൂണിഫോം പോസിറ്റീവ്ലി ചാർജ്ഡ് തിങ്. ഓക്കെ. ഒരു പോസിറ്റീവ് ചാർജുള്ള ലെംപ് ഓഫ് മാൻ. അപ്പൊ ആ സോളിഡ് സ്ഫിയറിലെ ഓൾ ഓവർ ദ സ്ഫിയർ പോസിറ്റീവ് ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിൽ അവിടെ ഇവിടെയെങ്കിലായിട്ട് ചെറിയ ചെറിയ നെഗറ്റീവ് ചാർജസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ്, ജസ്റ്റ് ലൈക്ക് റൈസിൻസ് ഇൻ എ ഫ്രൂട്ട് കേക്ക്. അപ്പൊ അതല്ലെങ്കിൽ എന്താ പറയാ, അപ്പൊ ഒരു വാട്ടർ മെലൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മെലണിലെ സീഡ്സ് ആണ് ഇലക്ട്രോൺസ്. ഓക്കെ. സീഡ്സ് അവിടെ ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നേരെ മറിച്ച് ബാക്കി പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ്ലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ. സോ ദിസ് വാസ് ദ കൺസെപ്റ്റ് ഓഫ് ആറ്റം. ഓക്കെ. ജെ തോംസൺ മുന്നോട്ട് വെച്ച ആശയമാണ് പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ വന്നപ്പോ സയന്റിസ്റ്റ് ഏർണസ്റ്റ് റുത്തർഫോർഡ്, ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് എക്സ്പ്ലനേഷൻ. അപ്പൊ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ മുന്നോട്ട് വെച്ചു. സോ ഹൗ ഡു വിൽ ടെസ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യും? ഇപ്പൊ ഒരു വാട്ടർമെലന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചൂഴ്ന്നു നോക്കാം. ചൂഴ്ന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും, നല്ലതാണോ ചീത്തതാണോ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതേ ഒരു കൺസെപ്റ്റ് ആണ്
റൂതർഫോർഡ് മുന്നോട്ട് വെച്ചത്. ഓക്കെ. സോ വി ഹാവ് ടു ഈ നേരത്തെ പറഞ്ഞ പോലെ ചൂഴ്ന്നു നോക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിന് ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. സോ ദാറ്റ് വാസ് എ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വിത്ത് ആൻ ആൽഫ പാർട്ടിക്കിൾ. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് റുദർഫോർഡ് അല്ല. കണ്ടക്ട് ചെയ്തത് ഹാൻസ് ഗീഗർ ആൻഡ് ഏർണസ്റ്റ് മാസ്റ്റൺ, ഈ രണ്ട് സയന്റിസ്റ്റുകളാണ്. ഈ എക്സ്പെരിമെന്റ് നടത്തിയത് 1911 ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ. ആൻഡ് അപ്പൊ ഈ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ചെറിയ സാധനം വെച്ചിട്ടേ നമുക്ക് ചൂട് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ഗോൾഡ് ആറ്റംസ് വെച്ചിട്ടാണ്. അപ്പൊ അതിനേക്കാൾ ചെറിയൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനവര് യൂസ് ചെയ്തത് അൾട്രാ ഫാസ്റ്റ് ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ്, അതായത് ഹീലിയം ആറ്റത്തുനിന്ന് 2 ഇലക്ട്രോൺസിനെ എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് തിങ് ആണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ അതിന്റെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, He2+ നമുക്കറിയാം. ആ, ഇത് എവിടുന്ന കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ some naturally occurring radioactive substance that will emit alpha radiation. ഓക്കെ. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ കിട്ടും. അപ്പൊ ഈ ഒരു സാധനത്തിനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്കാറ്ററിംഗ് ചെയ്യാം. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇടിച്ചു നോക്കുക. ഓക്കെ. ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഏർണസ്റ്റ് റൂതർഫോർഡ് സജസ്റ്റ് ചെയ്തു. അപ്പൊ ആ സജഷൻ പ്രകാരമാണ് ഈ രണ്ടുപേര്, ഹാൻസ് ഗീഗർ ആൻഡ് ഏർണസ്റ്റ് മാസ്റ്റൺ, എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഓക്കെ. അപ്പൊ ആ എക്സ്പെരിമെന്റിന്റെ ഒരു സ്കിമാറ്റിക് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോ അത് ഈ ഫിഗറിൽ കാണാം, ലെഫ്റ്റില് ദർ ഇസ് എ സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. സോ ദാറ്റ് ഇസ് എ നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് സോഴ്സ്. ഓക്കെ. അപ്പൊ ആ റേഡിയോ ആക്റ്റീവ് സോഴ്സ് നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് എമർജ് ചെയ്തുകൊണ്ടേയിരിക്കും വിത്ത് സം കൈനറ്റിക് എനർജി. ദെൻ അതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ലെഡ് കൊളിമാറ്റർ വെച്ചിട്ടുണ്ട് വിത്ത് എ സ്മോൾ ഹോൾ ഇൻ ബിറ്റ്വീൻ, ചെറിയൊരു ഒറിഫൈസ്. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ് ബേസിക്കലി ഈ ആൽഫ പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ. അപ്പൊ അതിന് നടുക്കൊരു ഹോള് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ ചെയ്തിരിക്കുന്നത്, ഒരു തിക് ബീം ഓഫ് ലെഡ്. അപ്പൊ ബാക്കിയുള്ള ഏരിയയിൽ ഫോളോ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യും. ആകെ ഈ ഒറിഫൈസ്, ഈ ഹോളിൽ കൂടെ വരുന്ന ആൽഫ പാർട്ടിക്കിൾ, ഒരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് യു വിൽ ഗെറ്റ്. ദെൻ ആ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ അതിന്റെ ബാക്കിൽ ഒരു തിൻ മെറ്റാലിക് ഫോയിൽ വെച്ചിട്ടുണ്ട്. ആ ഫോയിൽ വളരെ തിന്നാണ്. അതിന്റെ തിക്നെസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്യൂ ആറ്റംസ് മാത്രമാണ് ഒരു തിക്നെസ്സിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത്രയും ഒരു സ്മോൾ തിക്നെസ്സിലാണ് ഒരു ഫോയിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോ അതിൽ വന്ന് ഇടിക്കും. ദിസ് വാസ് ദ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഓക്കെ. ഇനി ഈ സ്കാറ്റർ ചെയ്തിട്ട് പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അതിന്റെ ബാക്കിൽ they put a screen, that is zinc sulfide screen. Okay. ഒരു ഡിസ്റ്റൻസ് ആർ എവേ, ഒരു ആർ ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൽഫ പാർട്ടിക്കിൾ ഇതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എവിടെയാണോ ഇടിക്കുന്നത് അവിടെ ചെറിയൊരു ഒരു ലൈറ്റിന്റെ ഫ്ലാഷ് ഉണ്ടായിരിക്കും. അത് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് വാസ് ദ എക്സ്പെരിമെന്റ്. അപ്പൊ എവിടെയൊക്കെ വീഴുന്നുണ്ട്, ദെൻ അവിടുത്തെ ഇന്റൻസിറ്റി അനുസരിച്ച് എത്രത്തോളം ആൽഫ പാർട്ടിക്കിൾസ് അവിടെ വീഴുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ. സോ ദിസ് വാസ് ദ എക്സ്പെരിമെന്റ്. അപ്പോ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അപ്പൊ ഈ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ വാട്ട് വാസ് ദ എക്സ്പെക്ടേഷൻ, ഈ എക്സ്പെരിമെന്റ് റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ജെ തോംസന്റെ മോഡൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോംലി ചാർജ്ഡ് പോസിറ്റീവ് സ്ഫിയേഴ്സ് ആണ് ആറ്റം. അപ്പൊ ഇതിനെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ, അതായത് 2 പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ആൾമോസ്റ്റ് ലൈക്ക് സ്കാറ്ററിംഗ് ആംഗിൾ ഒന്നും അത്ര വലുത് കിട്ടാൻ പാടില്ല. ആൾമോസ്റ്റ് ലൈക്ക് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ആൽഫ പാർട്ടിക്കിൾസിനെ. ഓക്കെ. അപ്പൊ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് ആൾമോസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് അത് അത്ര ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തില്ല. ഓക്കെ. ആൾമോസ്റ്റ് അതേ പൊസിഷനിൽ ബാക്കിൽ സ്ക്രീനിൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കിട്ടി.
പക്ഷെ കുറച്ച് ആറ്റംസ്, കുറച്ച് ആറ്റമല്ല, ന്യൂക്ലിയസ്, ഹീലിയം ഹീലിയം ന്യൂക്ലിയസ്, അതായത് ആൽഫ പാർട്ടിക്കിൾ, അത് ലാർജ് ആംഗിളിൽ സ്കാറ്ററിങ് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ. അതുപോലെ തന്നെ വളരെ കുറച്ച് ആറ്റംസ് ഈവൻ ബാക്ക് സ്കാറ്ററിംഗ് നടന്നു. അതായത് തട്ടിയിട്ട് നേരെ തിരിച്ചു വന്നു. നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലും സ്കാറ്ററിംഗ് സംഭവിച്ചു. ഓക്കെ. ദിസ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ്. അപ്പൊ ഈ ഒരു റിസൾട്ട്, ഈ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആറ്റം മോഡലുമായിട്ട് തീരെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു സാധനമല്ല. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ പ്രകാരം നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ സ്കാറ്ററിംഗ് ആംഗിൾ അത്ര വലുതൊന്നും ആയിരിക്കില്ല. വളരെ കുറച്ച് ലെസ് ദാൻ 1 ഡിഗ്രി. അതിൽ മാത്രമാണ് സ്കാറ്ററിംഗ് സംഭവിക്കാൻ പാടുള്ളൂ. ലാർജ് ആംഗിളിലൊന്നും സ്കാറ്ററിംഗ് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ എക്സ്പെരിമെന്റ്, ബട്ട് നമുക്ക് ലാർജ് ആംഗിൾ ഈവൻ 180 ഡിഗ്രി ഓപ്പോസിറ്റിൽ പോലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി ആൽഫ പാർട്ടിക്കിളിനെ. ഓക്കെ. സോ ദ ഓൺലി വേ ടു എക്സ്പ്ലെയിൻ ദിസ് റിസൾട്ട്, ഇപ്പൊ ഇത് ആകെ കൂടി ഈ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഹോൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ വെരി സ്മോൾ റീജിയൻ ദാറ്റ് ഇസ് കാൾഡ് ന്യൂക്ലിയസ്. അപ്പൊ ഈ മാസ് മൊത്തം, നേരത്തെ പറഞ്ഞ ആറ്റത്തിന്റെ മോഡൽ എന്ന് പറയുന്ന ആ മാസ് മൊത്തം ഓവർ ദ സ്ഫിയർ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിന് ശേഷം കണ്ടെത്തിയെന്ന് വെച്ചാൽ ഈ മാസ് എല്ലാം കൂടി വളരെ ചെറിയൊരു റീജിയണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ആൻഡ് ഇലക്ട്രോൺസ് ആർ സ്ലൈറ്റ്ലി അവേ, മീൻസ് സം ഡിസ്റ്റൻസ് അവേ ഫ്രം ദാറ്റ് ന്യൂക്ലിയസ്. ആ സെന്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഓക്കെ. സോ ദാറ്റ് വാസ് Rutherford, that is the result of Rutherford's scattering experiment. അപ്പൊ അവിടെ നിന്നാണ് റുതർഫോർഡ് മോഡൽ വരുന്നത്. ഓക്കെ. അപ്പൊ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ മാറ്റിയിട്ട് സെൻട്രൽ ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നുള്ളൊരു മോഡലാണ് റുതർഫോർഡ് ഉണ്ടാക്കിയത്. ഓക്കെ. സോ ദാറ്റ് വാസ് റുതർഫോർഡ് മോഡൽ. ഇനി ഓക്കെ. അപ്പോ ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് ശേഷം റിസൾട്ട് കിട്ടി. അപ്പൊ റിസൾട്ട് കിട്ടുമ്പോൾ ആംഗിൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ number of scattered alpha particles will be very more. As the angle increases, it decreases. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണം വളരെ കുറഞ്ഞു വരും. അപ്പോൾ റൂതർഫോർഡ് ഈ എക്സ്പെരിമെന്റിന് ശേഷം സ്കാറ്ററിങ്ങിനുള്ള ആ ഒരു ഒരു ഫോർമുല, ദിസ് എൻ എംപിരിക്കൽ ഫോർമുല, ആ ഫോർമുല അദ്ദേഹം കണ്ടെത്തിയ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് റൂതർഫോർഡ് സ്കാറ്ററിംഗ് ഫോർമുല. So n of theta equal to ni small n t z square e square divided by 8 pi epsilon 0 whole square r square kinetic energy square sin power 4 theta by 2. Okay. അപ്പൊ അതിൽ എന്താ n of theta എന്ന് പറയുന്നത് number of alpha particles per unit area that reach the screen at an angle theta. Okay. അപ്പൊ തീറ്റ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണം, ഒരു യൂണിറ്റ് ഏരിയയിൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെയാണ് എൻ ഓഫ് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീറ്റ കൂടുന്തോറും എൻ കുറഞ്ഞു കുറഞ്ഞു വരും. എൻ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. അതായത് മൊത്തം അതിന്റെ ഉള്ളിലേക്ക് വരുന്ന, അതായത് ടോട്ടൽ എല്ലാ ഏരിയയിലും എല്ലാ തീറ്റയിലും സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ മൊത്തം എണ്ണത്തിനെയാണ് എൻ ഐ എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. Then small n is the number of atoms per unit volume of the foil. ഞാൻ പറഞ്ഞ നേരത്തെ എക്സ്പെരിമെന്റിൽ നമ്മളൊരു മെറ്റാലിക് ഫോയിലാണ് ആൽഫ പാർട്ടിക്കിളിനെ ഇടിപ്പിക്കുന്നത്. അതിലുള്ള ആറ്റത്തിന്റെ എണ്ണം, ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള ആറ്റത്തിന്റെ എണ്ണത്തിനെയാണ് സ്മോൾ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. Z is the atomic number of the foil atoms. ഓക്കെ. ആ ഫോയിലുള്ള ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ അവർ എടുത്തിരിക്കുന്നത് ഗോൾഡ് ഫോയിലാണ്. അപ്പൊ ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 79 ആണ്. ഓക്കെ. ദെൻ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദ ഫോയിൽ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു നാച്ചുറലി ഒക്കറിംഗ് സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. അതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് അറിയാം. ടി ഇസ് ദ തിക്നെസ് ഓഫ് ദ ഫോയിൽ. ഓക്കെ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു സ്കാറ്ററിംഗ് ഫോർമുല, ഇത് നമ്മുടെ എക്സ്പെരിമെന്റൽ റിസൾട്ടിനെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നത്. കറക്റ്റ് പ്രഡിക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു നല്ല
അക്സെപ്റ്റൻസ് കിട്ടി. ഓക്കെ, റൂത്തർഫോർഡിന്റെ സ്കാറ്ററിംഗ് ഫോർമുല, റൂത്തർഫോർഡിന്റെ മോഡൽ, അറ്റോമിക് മോഡൽ. അതായത് നടുക്ക് വളരെ ചെറിയ റീജിയനിലാണ് ന്യൂക്ലിയസ്, അതുപോലെ തന്നെ അതിന് ചുറ്റും ആണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്ത റുദർഫോർഡ് ആണ്. അതായത് നമുക്കറിയാം ആറ്റത്തിന്റെ സൈസ് ഏകദേശം 10⁻¹0 - 11 ആ ഒരു റേഞ്ചിലാണ് ആറ്റത്തിന്റെ സൈസ് വരിക. ഓക്കെ, അതിനും എത്രയോ ചെറുതായിരിക്കും ന്യൂക്ലിയർ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദിസ് ദ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നമ്മളൊരു ഒരു ആറ്റം ഗോൾഡ് ന്യൂക്ലിയസ് എടുത്തു. അപ്പൊ ഇതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിനേക്കാൾ ചെറിയ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ട് അതിനെ ഹിറ്റ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ ഈ ആൽഫ പാർട്ടിക്കിൾ വന്നിട്ട് ഗോൾഡ് ന്യൂക്ലിയസിനെ ഇടിക്കുന്നു. ഇടിച്ചിട്ട് അതേ ഡയറക്ഷനിൽ തിരിച്ചു വരികയാണ്. ബാക്ക് സ്കാറ്ററിംഗ് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു വരുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ഇനീഷ്യലി ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസ് നിന്ന് വളരെ ദൂരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമായിരിക്കും. ദെൻ ഇത് ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് വരും തോറും, അപ്പൊ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്നത് 2 പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. Z ടൈംസ് ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, അതാണ് ന്യൂക്ലിയസിന്റെ ചാർജ്. ഓക്കെ, അപ്പൊ ഇത് അടുത്ത് വരും തോറും അതിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഒരു റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് അടുത്തടുത്ത് വരും തോറും അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. ദെൻ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് 0 ആയിട്ട് മാറും. ദെൻ അത് തിരിച്ച് വരും. ഒരു ബോൾ നമ്മൾ ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്ന പോലെ. ഓക്കെ, അപ്പൊ ആ ഒരു വെലോസിറ്റി 0 ആവുന്ന പോയിന്റിൽ ആയിരിക്കും ആ ആൽഫ പാർട്ടിക്കിൾ ആ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്ത് എത്തുന്ന സമയം. അപ്പൊ ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം വെലോസിറ്റി 0 ആയി. ഇനി വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിൽ ദ ടോട്ടൽ കൈനറ്റിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ബാക്ക് സ്കാറ്ററിംഗിന്റെ കേസിൽ ടോട്ടൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് ഈക്വൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ടോട്ടൽ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാൽ 1/4πε0 Q1 Q2/R. അപ്പോ ഈ രണ്ട് പാർട്ടിക്കിളിന്റെയും ചാർജ് നമുക്കറിയാം. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2 ടൈംസ് E ആണ്. ഗോൾഡ് ന്യൂക്ലിയസിന്റെ ചാർജ് Z ടൈംസ് E ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/4πε0 2ZE²/R. ഓക്കെ, അപ്പൊ അവിടുന്ന് നമുക്ക് R എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. R is the distance of closest approach. Okay, so R equal to 2ZE²/4πε0 kinetic energy. ഓക്കെ, അപ്പൊ ഈ ഞാൻ പറഞ്ഞു ഈ എക്സ്പെരിമെന്റിൽ ഗോൾഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗോൾഡ് ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 79 ആണ്. ദെൻ ഈ ഒരു ഫോർമുലയിൽ, ആറിന്റെ ഫോർമുലയിൽ അപ്പൊ നമുക്ക് എല്ലാം അറിയാം. അതായത് Z അറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ε0 is a constant, കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ അത് നാച്ചുറലി ഒക്കറിംഗ് സോഴ്സ് ആൽഫ സോഴ്സിന്റെ കൈനറ്റിക് എനർജി നമ്മൾ ആൾറെഡി നമുക്ക് അറിയാം. സോ ദാറ്റ് ഈസ് 7.7 MeV, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റയായി. അപ്പൊ ഈ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ എസ്റ്റിമേറ്റ് R equal to 3 × 10⁻⁻14 മീറ്റർ. ഓക്കെ, അപ്പോ size of a nucleus is less than that. Okay, so this is the first estimation of a nuclear size. അപ്പൊ ഓക്കെ, ഗോൾഡ് ന്യൂക്ലിയസിന്റെ സൈസ് ആര് എസ്റ്റിമേറ്റ് ചെയ്തു? റൂദർഫോർഡ് എസ്റ്റിമേറ്റ് ചെയ്തു ഈ ഒരു കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁻⁻14, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് എസ്റ്റിമേഷൻ. ആക്ച്വലി ന്യൂക്ലിയർ സൈസ് കുറച്ചും കൂടി
കുറവാണ്. 1/5 ഓഫ് ദിസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഗോൾഡ് ന്യൂക്ലിയസിന്റെ സൈസ്. ഓക്കെ. എനിവേ, സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ഇനി അപ്പൊ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് റുദർഫോർഡിന്റെ കൺസെപ്റ്റ്, അതായത് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് പുറത്താണ്. അപ്പോ ഒരു ചോദ്യം വന്നു, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്. അപ്പൊ അതിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി. അപ്പൊ അട്രാക്ഷന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ ഇലക്ട്രോൺ വന്നിട്ട് നേരെ ന്യൂക്ലിയസിൽ വന്നിട്ട് ഇടിച്ചിറങ്ങണം. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് സൺ. ഓക്കെ. അപ്പൊ പ്ലാനറ്റ്സ് എന്തുകൊണ്ട് സണ്ണിലേക്ക് ഇടിച്ചിറങ്ങുന്നില്ല? കാരണം അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോ നമുക്കറിയാം, ഒരു സർക്കുലർ മോഷൻ വേണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അപ്പൊ ആ ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാനറ്ററി മോഡലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, അത് എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്ന ആ ഒരു മോഡലിലാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അത് ആ ഒരു ഓർബിറ്റലിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് കറങ്ങിക്കൊണ്ട്. അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഈ ഒരു ആറ്റത്തിന്റെ കേസിലും റുദർഫോർഡ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ റുദർഫോർഡ് പറഞ്ഞത്, അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓർബിറ്റ്സിൽ. ഓക്കെ. അപ്പൊ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഓക്കെ. അപ്പോ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. അപ്പൊ അത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതുകൊണ്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. mv²/r, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q1 q2/r². ഓക്കെ. ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഒരു നെഗറ്റീവ് ചാർജ്. ഓക്കെ. അപ്പൊ രണ്ടും ഇ ആണ്. സോ 1/4πε0 e² ഡിവൈഡഡ് ബൈ r². സോ ദാറ്റ് വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, ആ ഓർബിറ്റിൽ കറങ്ങുന്ന വെലോസിറ്റിയുടെ വെലോസിറ്റി. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, v ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ √4πε0 mr. ഓക്കെ. നേരത്തെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, നമുക്ക് ഈ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി കിട്ടും. ഓക്കെ. സോ ദിസ് വാസ് പ്ലാനറ്ററി മോഡൽ. ഓക്കെ. ഈ റുദർഫോർഡിന്റെ എക്സ്പ്ലനേഷന് ശേഷം വന്നതാണ് റുദർഫോർഡിന്റെ മോഡൽ, പ്ലാനറ്ററി മോഡൽ. ഓക്കെ. അപ്പോ ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസാണ് പറഞ്ഞത്. ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. അപ്പോ വി വിൽ സി ദ ടോട്ടൽ എനർജി ഓഫ് എൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റം. ഓക്കെ. സോ ഇ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഒരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്, ½ mv² ആണ് കൈനറ്റിക് എനർജി. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 1/4πε0 q1 q2/r. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടും ഇ ആണ്, e², ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് കൂടി എക്സ്ട്രാ വരും. ഓക്കെ. സോ മൈനസ് e² ഡിവൈഡ് ബൈ 4πε0r. ഓക്കെ. അപ്പൊ ഇതൊന്ന് നമ്മൾ നേരത്തെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഇ ഡിവൈഡ് ബൈ √4πε0 mr. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി ഇ ഈക്വൽ ടു e² ഡിവൈഡ് ബൈ 8πε0r മൈനസ് e² ഡിവൈഡ് ബൈ 4πε0r. ഓക്കെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് e² ഡിവൈഡ് ബൈ 8πε0r. This is the total energy in the case of a hydrogen atom. ഓക്കെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് വെച്ചിട്ട്
if you give 13.6 electron volt energy, okay, 13.6 electron volt energy കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ you can separate electron from that atom. ഹൈഡ്രജന്റെ കേസിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും എനർജി കൊടുത്താൽ. ഓക്കെ, അപ്പൊ അതായത് ഇത്രയും പോസിറ്റീവ് എനർജി കൊടുത്താൽ നമുക്ക് ആ ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു -13.6 EV ആയി ഹൈഡ്രജൻ ആറ്റത്തിന്റെ. ഓക്കെ, അപ്പൊ അതിൽ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി 0 ആയി നമുക്ക് അതിനെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. ഓക്കെ, നൗ ഫൈൻഡ് ദ ഓർബിറ്റൽ റേഡിയസ് ആൻഡ് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോബ്ലം. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് എനർജി തന്നിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന എനർജി 13.6, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 ഇൻറ്റു 10⁻−18 ജൂൾസ്. കൺവേർട്ട് ചെയ്താൽ മതി. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.6 ഇൻറ്റു 10⁻−19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ എനർജി ജൂൾസിൽ കിട്ടി. ആറിന്റെ ഫോർമുല പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ ഫോർമുല നമ്മൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ചു. ഈക്വൽ ടു -E²/8πε0 ആണ്. അപ്പൊ അവിടുന്ന് നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഓർബിറ്റൽ റേഡിയസ്. ഇതാണ് ഫോർമുല. അപ്പൊ അതില് എല്ലാ ഡാറ്റയും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ടോട്ടൽ എനർജി നമുക്കറിയാം, -13.6 ആണ് ഇലക്ട്രോൺ വോൾട്സ്. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ you will get the orbital radius as 5.3 into 10⁻−11 meter. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. കാരണം ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ് സൈസ് ഓഫ് എൻ ആറ്റം. ഓക്കെ, കാരണം ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇലക്ട്രോണിന്റെ റേഡിയസ് ഓർബിറ്റൽ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് ആൾമോസ്റ്റ് ലൈക്ക് സൈസ് ഓഫ് എൻ ആറ്റം. ഓക്കെ, ദെൻ ഓർബിറ്റൽ വെലോസിറ്റി. വെലോസിറ്റി ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ E/√4πε0 mr. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതിപ്പോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു ജസ്റ്റ് മുന്നേ. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 2.2 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഇസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. കാരണം അന്നത്തെ കൺസെപ്റ്റിലുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് വെച്ചിട്ടാണ്, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇപ്പോ ഉണ്ടായിരുന്ന മോഡല്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഒരു ക്ലാസിക്കൽ തിയറിയാണ്, ക്ലാസിക്കൽ ഫിസിക്സിലുള്ള തിയറിയാണ്. അപ്പൊ ആ തിയറി പ്രകാരം an accelerated charge will radiate energy in the form of electromagnetic radiation. Okay. ഒരു ചാർജ് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് മീൻസ് അതിന്റെ എനർജി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോ ഈ മോഡൽ പ്രകാരം ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഏതൊരു കർവ്ഡ് പാത്ത് ഉണ്ടെങ്കിലും അതിലൊരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ആക്സലറേഷൻ ഇല്ലാതെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണം അതിന് ആ ഇലക്ട്രോണിന്റെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരണം. കാരണം അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എനർജി കുറഞ്ഞു വന്ന് അപ്പൊ അതിന്റെ ഓർബിറ്റൽ റേഡിയസ് കുറഞ്ഞു വന്ന് സോ ഫൈനലി ഇറ്റ് ഷുഡ് ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. അതായത് ഒരു സ്പൈറൽ വേയിൽ കറങ്ങി അത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വീഴണം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷനിൽ തന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇതാണ് തിയററ്റിക്കൽ എക്സ്പെക്ടേഷൻ. പക്ഷേ നമ്മൾ അതല്ല കാണുന്നത്. ആറ്റംസ് ആർ സ്റ്റേബിൾ ആറ്റംസ് ഉണ്ട്, സ്റ്റേബിൾ അല്ലാത്ത ആറ്റംസും ഉണ്ട്. ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന ആറ്റം അത് സ്റ്റേബിൾ അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ ആറ്റംസ് ആർ സ്റ്റേബിൾ. സോ ദാറ്റ് മീൻസ് ഈ ഒരു മോഡൽ തെറ്റാണ്. അതായത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഈസ് റോങ്.
ഓക്കെ. സോ ദാറ്റ് വാസ് എ ഫെയിലിയർ ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പൊ അവിടെ നിന്നാണ് ഓക്കെ, അതിന് മുന്നേ വേറെ കാര്യം പറയാം. അപ്പൊ ഈ ഈവൻ ബിഫോർ റുത്തർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, പീപ്പിൾ ഒബ്സർവ്ഡ് അറ്റോമിക് സ്പെക്ട്ര. അറ്റോമിക് സ്പെക്ട്ര എന്താന്ന് പറയാം. അതായത് ചില ഗ്യാസുകൾ, ജസ്റ്റ് ലൈക്ക് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ലോ പ്രഷറിൽ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഫിഗറിൽ ഒരു ഡിസ്ചാർജ് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഏഹ്, ഒരു ട്യൂബ്, കംപ്ലീറ്റ്ലി സീൽ ചെയ്ത ട്യൂബ്. അത് ലോ പ്രഷറിൽ, അപ്പൊ ഈ ഒരു കേസിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ അറ്റോമിക് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടാൻ പറ്റും. ഓക്കെ, ഡിസ്ചാർജ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഇതിലൂടെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ദാറ്റ് വിൽ സ്റ്റാർട്ട് ടു എമിറ്റ് റേഡിയേഷൻ. ഓക്കെ, ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്പെക്ട്രം കണ്ടെയ്ൻസ് ഓൺലി വെരി സ്പെസിഫിക് വേവ് ലെങ്ത്. ഓക്കെ, വളരെ കുറച്ച് പർട്ടിക്കുലർ വേവ് ലെങ്തുകൾ മാത്രമേ അതിൽ പ്രസന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി എന്താ സ്പെക്ട്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണുന്ന വൈറ്റ് ലൈറ്റ്, സണ്ണിന്റെ ലൈറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് നമ്മൾ ഒരു പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില് ഒരുപാട് വേവ് ലെങ്തുകൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഓരോ വേവ് ലെങ്തും ഓരോ ആംഗിളിലാണ് ബെൻഡ് ചെയ്യുക. ആംഗിൾ ആർ ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിൽ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കണ്ടിന്യൂസ് വേരിയേഷൻ ഓഫ് കളർ. ഇതാണ് സ്പെക്ട്രം. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ, ഇപ്പൊ ഹൈഡ്രജന്റെ കേസിൽ, അപ്പൊ ഒരു ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ലൈറ്റിനെ അതിന്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ആ സ്പ്ലിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രിസമാണ്. ഒരു പ്രിസം വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളറുകളാക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതൊക്കെ കളർ ഉണ്ടോ അതിലേക്കൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേവ് ലെങ്തിനനുസരിച്ചായിരിക്കും അതിന്റെ ബെൻഡിങ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ്? ഒരു ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടില് ഒരു സ്ലിറ്റ്, ഒരു നാരോ ഓപ്പണിംഗ്. ഓക്കെ, നമുക്ക് സ്പെക്ട്രം കാണാനായിട്ട് ഒരു നാരോ ഓപ്പണിംഗ് കൊടുത്തു. അപ്പൊ അവിടുന്ന് ഒരു നാരോ ബീം ഓഫ് ലൈറ്റ് വന്നിട്ട് പ്രിസത്തിൽ വീഴുന്നുണ്ട്. ദെൻ പ്രിസത്തിന്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്തിനനുസരിച്ച് അത് ബെൻഡ് ചെയ്യും. അതിൽ ഏതൊക്കെ കമ്പോണന്റ് വേവ് ലെങ്ത് ആണോ ഉള്ളത്, ദാറ്റ് ബെൻഡ്സ് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിൽ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ വേവ് ലെങ്ത് വന്ന് വീഴും. ഓക്കെ, അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആംഗിളിനനുസരിച്ച് മാറും. Okay. അപ്പൊ ഈ ഒരു കേസില് ഈ ഈ ബാക്കിലുള്ള സ്ക്രീനിലുള്ള എല്ലാ റീജിയണിലും ലൈറ്റ് വീഴുന്നില്ല, ഇന്റൻസിറ്റി ഉണ്ടായിരിക്കില്ല. ചില സ്പെസിഫിക് ഏരിയകളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ചില സ്പെസിഫിക് വേവ് ലെങ്തുകൾ മാത്രമേ പ്രസന്റ് ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഹൈഡ്രജൻ സ്പെക്ട്രയാണ്. അപ്പൊ ഞാൻ അതിലെ പ്രസന്റ് ആയിട്ടുള്ള ഒരു 4 വേവ് ലെങ്തുകൾ കാണിച്ചിട്ടുണ്ട്. വേറെ ഉണ്ട്, ഞാൻ കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു 4 വേവ് ലെങ്ത് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്ക്രീനിൽ ബാക്കി ഏരിയയിലൊന്നും ലൈറ്റ് വീഴില്ല. കാരണം ആ ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് അതിൽ പ്രസന്റ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ ആ റീജിയൻ ഒക്കെ ഡാർക്ക് ആയിരിക്കും, അവിടെ ഒരു ഇന്റൻസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ ഇന്റൻസിറ്റിയുള്ള ഏരിയകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് സ്പെക്ട്രം, ദിസ് ഇസ് ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ആണ്. അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ട്, കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല. ഓക്കെ, ദിസ് ഇസ് ഡിസ്ക്രീറ്റ് സ്പെക്ട്രം, അറ്റോമിക് സ്പെക്ട്രം. അപ്പൊ ഈ ഒരു സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എമിഷൻ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മളൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് വിട്ട് എക്സൈറ്റ് ചെയ്തു. എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ലൈൻ സ്പെക്ട്ര എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ആണ്, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ. ഓക്കെ, അപ്പൊ എല്ലാ ആംഗിളിലും
ബെൻഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് എല്ലാ വേവ് ലെങ്ത്തുകളും പ്രസന്റ് അല്ല. വളരെ സ്പെസിഫിക് വേവ് ലെങ്ത്തുകൾ മാത്രമേ പ്രസന്റ് ഉള്ളൂ. ഓക്കെ. സോ ദാറ്റ് ഈസ് എമിഷൻ ലൈൻ സ്പെക്ട്ര. അപ്പൊ ഇതൊക്കെ കാണുന്നത് ഈവൻ കുറെ മുന്നെയാണ്. ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അതായത് അറ്റോമിക് മോഡലൊക്കെ വരുന്നതിന്റെ മുന്നേയുള്ള ഒബ്സർവേഷൻ ആണ്. ഓക്കെ. ഇൻ ആക്ച്വലി ഇതന്നെ സ്പെക്ട്രോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. വരുന്നൊരു ലൈറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ലൈറ്റിനെ കമ്പോണന്റ് കളറുകളായിട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രിസം ആണ്. പക്ഷെ ആക്ച്വൽ മോഡേൺ സ്പെക്ട്രോമീറ്ററുകളിൽ പ്രിസം അല്ല യൂസ് ചെയ്യുക, ഗ്രേറ്റിംഗ് ആണ് യൂസ് ചെയ്യുക. പ്രിസത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഗ്രേറ്റിംഗിന് ആ പ്രശ്നമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ആറ്റത്തിന്റെ അറ്റോമിക് സ്പെക്ട്രയാണ്, അറ്റോമിക് എമിഷൻ സ്പെക്ട്രയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഏറ്റവും മേലെയുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രയാണ് കാണിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ ഹീലിയം സ്പെക്ട്ര, അതിന്റെ താഴെ നിയോൺ, ദെൻ സോഡിയം, ദെൻ മെർക്കുറി. അങ്ങനെ അങ്ങനെ പല പല അറ്റോമിക് സ്പെക്ട്രാസ് ആണ് ഇവിടെ. എമിഷൻ സ്പെക്ട്ര, ഇത് എമിഷൻ സ്പെക്ട്രയാണ് കേട്ടോ. എമിഷൻ ലൈൻ സ്പെക്ട്രയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആറ്റത്തിന്റെയും സ്പെക്ട്ര യുണീക്ക് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ സിഗ്നേച്ചർ, അല്ലെങ്കിൽ എന്താ പറയാ, ഫിംഗർ പ്രിന്റ്. ഓക്കെ. അപ്പൊ ഓരോ ആറ്റത്തിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെക്ട്രാസ് കിട്ടും. ഓക്കെ. ദിസ് ഇസ് എ വെരി യൂസ്ഫുൾ ടെക്നിക് ഫോർ അനാലിസിസ് ഓഫ് composition ഓഫ് അൺനോൺ സബ്സ്റ്റൻസ്. ഇപ്പൊ ഒരു സബ്സ്റ്റൻസിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ എക്സൈറ്റ് ചെയ്തിട്ട് അതിന്റെ എമിഷൻ സ്പെക്ട്ര എടുത്തിട്ട് അതിന്റെ എമിഷൻ ലൈൻസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അതിന്റെ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ഫിംഗർ പ്രിന്റ് ഓഫ് മെറ്റീരിയൽ. അതുകൊണ്ടാണ് സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. സോ ദാറ്റ് ഇസ് എമിഷൻ ലൈൻ സ്പെക്ട്ര. ഇനി there is something called absorption line spectra. ഓക്കെ. അബ്സോർപ്ഷൻ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഉള്ള എക്സ്പെരിമെന്റിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ട്യൂബ് ഓഫ് ഹൈഡ്രജൻ എടുത്തു. ലോ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ട്യൂബ്. അതിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തി വിട്ടിട്ടാണ് ആ ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യിച്ചത്. എന്നിട്ട് അതിന്ന് വരുന്ന ലൈറ്റ്, അതാണ് എമിഷൻ സ്പെക്ട്ര ഒബ്സർവ് ചെയ്തത്. ഓക്കെ, ഇതായിരുന്നു എമിഷൻ സ്പെക്ട്ര. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അതായത് ഞാൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഒന്നും അതിലൂടെ പാസ് ചെയ്ത് വിടുന്നില്ല. വാട്ട് ഐ എം ഡൂയിങ് ഈസ്, ഈ ഒരു ട്യൂബ് എടുത്തിട്ട് ട്യൂബിന്റെ ഉള്ളിൽ കൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിടുക. ഓക്കെ. അപ്പൊ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ടാവും, ട്യൂബിന്റെ ബാക്കിൽ ഒരു വൈറ്റ് ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ടാവും. ദെൻ അത് കടന്നു പോകുന്ന ലൈറ്റ്, ഓക്കെ, എമർജിങ് ആയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. അതിൽ ഏതൊക്കെ കമ്പോണന്റ് വേവ് ലെങ്ത് ഉണ്ട് എന്ന് നമ്മൾ നോക്കാം. സെയിം പ്രിൻസിപ്പിൾ, നമുക്ക് പ്രിസം യൂസ് ചെയ്യാം. ഇതിനെ നമുക്ക് കമ്പോണന്റ് വേവ് ലെങ്ത് ആക്കിയിട്ട്, അതായത് ഡിഫറെന്റ് ഡിഫറെന്റ് ആംഗിളിൽ നമുക്കത് ഡീവിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, അല്ലെങ്കിൽ പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, കമ്പോണന്റ് വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ സ്പെക്ട്രം അനലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെക്ട്രാണ് ഞാനിവിടെ രണ്ടാമത്തെ തൊട്ട് താഴെ വരച്ചിരിക്കുന്നത്. അപ്പൊ ആ താഴെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് കളർ ചേഞ്ച്. ഓക്കെ, ഫ്രം വയലറ്റ് ടു റെഡ്. ഓക്കെ. അതിൽ ചില സ്ഥലങ്ങൾ മാത്രം ഡാർക്ക്, അതായത് അവിടെ ലൈറ്റ് ഒന്നും വീഴുന്നില്ല. അതായത് ആ ഒരു വേവ് ലെങ്ത് അവിടെ പ്രസന്റ് അല്ല, ആ വേവ് ലെങ്ത് ആബ്സെന്റ് ആണ്. ഓക്കെ. ഇനി ഇതിലെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഈ രണ്ട് ഫിഗറുകൾ, മേലുള്ള ഫിഗർ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രയാണ്, താഴെയുള്ളതെന്ന് പറയുന്നത് ഹൈഡ്രജന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ്. ഓക്കെ. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു, അതിലൂടെ വൈറ്റ് ലൈറ്റ്, എല്ലാ കമ്പോണന്റ് ഓഫ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ കടത്തി വിട്ടു. അപ്പൊ സാധാരണഗതിയിൽ വൈറ്റ് ലൈറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രേറ്റിംഗ് വെച്ചിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യണം, സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് കളർ വേരിയേഷൻ ആണ് കാണേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ അവിടെ ഹൈഡ്രജൻ കൂടി വെച്ചപ്പോ അതിൽ ചില വേവ് ലെങ്ത്തുകൾ പ്രസന്റ് അല്ല. അവിടെ നമുക്ക് ഡാർക്ക് ലൈൻസ് കിട്ടി. ഓക്കെ. സോ ദാറ്റ് മീൻസ് ആ വേവ് ലെങ്ത് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. Okay, ഈ ഹൈഡ്രജൻ ആറ്റം ഈ വൈറ്റ് ലൈറ്റ്, വരുന്ന വൈറ്റ് ലൈറ്റ്
ഈ കമ്പോണന്റ് വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്തു. അപ്പൊ അത് പ്രസന്റ് അല്ല. അതുകൊണ്ടാണ് അവിടെ ഡാർക്ക് ലൈനുകൾ വരാൻ കാരണം. സോ ദിസ് ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അപ്പൊ ഇനി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമിഷൻ ലൈൻസ് എവിടെയാണോ കിട്ടിയത് അതേ പൊസിഷൻ, എക്സാക്ട്ലി അതേ പൊസിഷനിലാണ് ഇവിടെ അബ്സോർപ്ഷൻ ലൈൻസും പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു സാധനം ഇതൊക്കെ നമ്മുടെ ഈ അറ്റോമിക് മോഡലുകളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫൈൻ. 1885 ആദ്യമായിട്ടുള്ള ഈ ഒരു സീരീസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജന്റെ കേസിൽ 1885. ഓക്കെ, വെൽ ബിഫോർ ദിസ് അറ്റോമിക് മോഡൽസ് വരുന്നതിന് മുന്നേ ഒബ്സർവ് ചെയ്ത സാധനമാണ്. അപ്പൊ ഫസ്റ്റ് സീരീസ് കണ്ടുപിടിച്ചത്, സോ ദാറ്റ് ഇസ് ഡിസ്കവേർഡ് ബൈ ജെ ബാമർ. ഓക്കെ, അപ്പൊ ഈ സീരീസിന് പറയും നമ്മൾ ബാമർ സീരീസ് എന്ന് പറയും. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഫിഗറിലും ബാമർ സീരീസിന്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാമർ കണ്ടെത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കുറച്ച് ലൈൻസ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെക്ട്രയിൽ. അബ്സോർപ്ഷൻ സ്പെക്ട്ര ആണെങ്കിലും ശരി, എമിഷൻ സ്പെക്ട്ര ആണെങ്കിലും ശരി, ദാറ്റ് വേവ് ലെങ്ത് അതിന് ഒരു റിലേഷൻ ഉണ്ടാക്കി, ഒരു എംപിരിക്കൽ റിലേഷൻ ഉണ്ടാക്കി. സോ 1/λ ഈക്വൽ ടു r into 1/2 square minus 1/n². Okay, where n equal to 3, 4, 5, 6, etc. Okay, and r ഒരു കോൺസ്റ്റന്റ് ആണ്. ആ ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 1.079 into 10⁻7 മീറ്റർ ഇൻവേഴ്സ്. ഈ ഒരു കോൺസ്റ്റന്റിന് നമ്മൾ വിളിക്കും റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ദിസ് വാസ് ദ ഫോർമുല, ഒരു എംപിരിക്കൽ ഫോർമുലയാണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ 3 മുതൽ അങ്ങോട്ട് മേലെ ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ അതിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will get a maximum wavelength lambda equal to 656.3 nanometer. റെഡ് റീജിയനിലാണ് വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് n equal to 3. Now n equal to 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 486.1 നാനോമീറ്റർ കിട്ടും. n equal to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 434 നാനോമീറ്റർ കിട്ടും. അങ്ങനെ 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 പോയി കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ഇൻഫിനിറ്റിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ that wavelength will be equal to 364.6 നാനോമീറ്റർ. ഓക്കെ, അപ്പൊ പല പല വേവ് ലെങ്ത്തുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ഫോർമുല വെച്ചിട്ട് കിട്ടും. സോ ദിസ് ഇസ് ബാമർ സീരീസ്. ഓക്കെ, ആൻഡ് സിമിലർ ഫോർമുല നമുക്ക് വേറെ പല സീരീസുകളുണ്ട്. ഓക്കെ, അപ്പൊ അതില് 1/λ ഈക്വൽ ടു r into 1/1² minus 1/n². അങ്ങനെയാണെങ്കിൽ അത് ആ സീരീസിനെ നമ്മൾ വിളിക്കും ലേമാൻ സീരീസ്. അത് അൾട്രാ വയലറ്റ് റീജിയനിലാണ് അതിന്റെ വേവ് ലെങ്ത്തുകൾ കിടക്കുന്നത്. ഓക്കെ, n ഈക്വൽ ടു 2, 3, 4 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ദെൻ അടുത്ത സീരീസ് നമ്മൾ ആൾറെഡി പറഞ്ഞു, ദാറ്റ് ഇസ് ബാമർ സീരീസ്. ബാമർ സീരീസ് 1/λ ഈക്വൽ ടു r into 1/2² minus 1/n². n ഈക്വൽ ടു 3, 4, 5, 6 അങ്ങനെ പോകും. അത് വന്നിട്ട് വിസിബിൾ റീജിയനിലാണ്. ഓക്കെ, വിസിബിൾ റീജിയനിലുള്ള ആ വേവ് ലെങ്ത്തുകളെല്ലാം വിസിബിൾ റീജിയനിലായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത സീരീസ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡിലാണ്. സോ ദാറ്റ് ഈസ് 1/λ ഈക്വൽ ടു r into 1/3² minus 1/n². n equal to 4, 5, 6, etc. That is called Paschen series, infrared. Okay. Then അടുത്തത് 1/λ equal to r into 1/4² minus 1/n². n equal to 5, 6, 7, etc. ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കും. അടുത്ത സീരീസ് 1/λ equal to r into 1/5² minus 1/n². n equal to 6, 7, 8, etc. അതിനെ നമ്മൾ ഫണ്ട് സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. ഫസ്റ്റ് സീരീസ് ആയിട്ടുള്ള ലേമൻ സീരീസ് അൾട്രാ വൈറ്റ് റീജിയനിലാണ്. ദെൻ സെക്കൻഡ് വന്നിട്ട് ബാമർ സീരീസ്. ബാമർ സീരീസ് വന്നിട്ട് വിസിബിൾ റീജിയനിലാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് ബാമർ സീരീസ് ആണ്, കാരണം അത് വിസിബിൾ റീജിയനിലായിരുന്നു. അതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. അതുകൊണ്ടാണ് അത് വന്നത്. ദീസ് ആർ ദ സ്പെക്ട്രൽ സീരീസ്. ഓക്കെ, ഇനി വരുന്നത് അടുത്ത മോഡൽ. ഇപ്പൊ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ബോർ മോഡൽ.
ബോർ മോഡൽ 1913 വന്നത്. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ കൺസെപ്റ്റ് കുറച്ച് മാറി. കുറച്ച് മാറിയിട്ട് ക്വാണ്ടം കൺസെപ്റ്റുകളും കൂടി അതിലേക്ക് വന്നു. അതാണ് ഈ ഒരു മോഡലിന്റെ സക്സസ്. ഓക്കെ. അപ്പൊ ഈ മോഡലില് ആ സമയത്താണ് ഡിബ്രോയി വേവ് ലെങ്ത്. ഡിബ്രോയി വേവ് ലെങ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവിന് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുപോലെ പാർട്ടിക്കിളിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയുന്നതാണ് ഡിബ്രോയി കൺസെപ്റ്റ്. അതായത് എവറി പാർട്ടിക്കിൾ ഹാസ് എ വേവ് അറ്റാച്ച് ടു ഇറ്റ്, അല്ലെങ്കിൽ ഒരു വേവ് നേച്ചർ ഉണ്ട്. അതിനൊരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി, ഇറ്റ് ഈസ് ഹാവിംഗ് എ വേവ് നേച്ചർ, ആൻഡ് ദാറ്റ് വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ലാംഡ ഈക്വൽ ടു h by p or h by mv. ഓക്കെ. ഈ ദിസ് ഇസ് നോൺ ആസ് ദ ഡിബ്രോയി വേവ് ലെങ്ത്. ഓക്കെ. അപ്പോ ബോർ പറഞ്ഞതാണ് ഈ ഇലക്ട്രോണിന് ഒരു ഡിബ്രോയി വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ. സോ ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു h by mv. അപ്പൊ അതിൽ v is the velocity of electron in that orbit. ഓക്കെ. അപ്പോ വിയുടെ എക്സ്പ്രഷൻ നമ്മൾ ആൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 4πε0 mr. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എടുത്തിട്ട് എന്താ പറയാ, സെൻട്രിപെറ്റൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അതായത് mv²/r-ഉം 1/4πε0 q1 q2 ബൈ r². ഓക്കെ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അതാണ് നമ്മൾ ആൾറെഡി നേരത്തെ സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഈ ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു h by e into root of 4πε0 r divided by m. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ ഡിബ്രോയി വേവ് ലെങ്ത് ഓഫ് ഓർബിറ്റൽ ഇലക്ട്രോൺ. ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ ഡിബ്രോയി വേവ് ലെങ്ത് ആണ് ഇത്. ഓക്കെ. അപ്പോ ഓക്കെ, ഡിബ്രോയി വേവ് ലെങ്ത് കിട്ടി. ഇനി ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമ്മൾ വിൽ ട്രൈ ടു എസ്റ്റിമേറ്റ് ദ ഡിബ്രോയി വേവ് ലെങ്ത്. ലാംഡ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എച്ച് കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം, ഇ കോൺസ്റ്റന്റ് ആണ്, ε0 കോൺസ്റ്റന്റ് ആണ്, എം എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ അതും നമുക്കറിയാം. ദെൻ ആർ എന്ന് പറയുന്നത് ആ ഓർബിറ്റിന്റെ റേഡിയസ്. അത് നമ്മൾ ആൾറെഡി നേരത്തെ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.3 into 10⁻⁻11 മീറ്റർ. ഓക്കെ, ഇത് എസ്റ്റിമേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഈ കാര്യം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എസ്റ്റിമേറ്റ് ലാംഡ. ഓക്കെ. അപ്പൊ ഈ എല്ലാ വാല്യൂം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലാംഡ വിൽ ബി ഈക്വൽ ടു 33 into 10⁻⁻11 മീറ്റർ. ദാറ്റ് വേവ് ലെങ്ത്, ഡിബ്രോയി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഇൻ ദാറ്റ് ഓർബിറ്റ്. അപ്പൊ ഇതിന്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബ്രോയി വേവ് ലെങ്ത് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് ഓർബിറ്റ്. ഓക്കെ. അപ്പോൾ ആ ഇലക്ട്രോൺ ഒരു ആർ ഡിസ്റ്റൻസിൽ ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ദിസ് ഡിബ്രോയി വേവ് ലെങ്ത്. അത് 2πr, അതാണ് സർക്കംഫറൻസ് പെരിമീറ്റർ. 2πr ഈക്വൽ ടു 33 into 10⁻⁻11 ആണ്. ഓക്കെ, ഇത് രണ്ടും എക്സാക്ട്ലി മാച്ച് ചെയ്തു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആ ഇലക്ട്രോണിന്റെ ടോട്ടൽ പാത്ത് ആൾമോസ്റ്റ് എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ സർക്കുലർ ആണെന്ന് വിചാരിക്കുക. ആ സർക്കിൾ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ പാത്ത് ഇൻ എൻ ആറ്റം. ഓക്കെ, ഒരു ഓർബിറ്റിന്റെ ടോട്ടൽ ലെങ്ത്. ദെൻ ഈ പിങ്ക് ലൈൻ വരച്ചിരിക്കുന്നത് ഒരു ഡിബ്രോയി വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഒരു കംപ്ലീറ്റ് വേവ് ലാംഡ വേവ് ലെങ്ത് ലാംഡ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലാംഡ കറക്റ്റ് ഈ സർക്കംഫറൻസ് ആയിട്ട് മാച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ അത് നമുക്ക് ചുറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി മാച്ച്. ഇത് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വിൽ ബി ദാറ്റ് ഓർബിറ്റ് വിൽ ബി എ സ്റ്റേബിൾ ഓർബിറ്റ്. ഇത് മാച്ച് ചെയ്തില്ലെങ്കിൽ സ്റ്റേബിൾ ഓർബിറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു വേവ് ലെങ്ത് മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വേവ് ലെങ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ സർക്കംഫറൻസ്
of that orbit is equal to 2 de Broglie wavelengths. ഇത് ആക്ച്വലി അടുത്ത ഓർബിറ്റ് ആയിരിക്കും, നെക്സ്റ്റ് ഓർബിറ്റ് ആയിരിക്കും. ദെൻ അതുപോലെ 3 വേവ് ലെങ്ത് നമുക്ക് മാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി ദ തേർഡ് ഓർബിറ്റ്. അടുത്ത ഫിഗർ കാണിച്ചിരിക്കുന്നത് 4 ഡി ബ്രോയി വേവ് ലെങ്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതും അതിന്റെ സർക്കംഫറൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ആൾ സ്റ്റേബിൾ ഓർബിറ്റ്സ്. ഇവിടെയാണ് മോഡൽ വരുന്നത്, ഓർബിറ്റ് മോഡൽ. ഓക്കെ. സോ പുള്ളി പറഞ്ഞതാണ് an electron can circle a nucleus only if its orbit contains an integral number of de Broglie wavelengths. ഇപ്പൊ de Broglie wavelengthന്റെ മൾട്ടിപ്പിൾസ് അതും ആ ഓർബിറ്റിന്റെ സർക്കംഫറൻസും രണ്ടും കൂടി ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഓർബിറ്റ് സ്റ്റേബിൾ ആവും. ഓക്കെ. അപ്പൊ n ലാംഡ de Broglie wavelengths n ലാംഡ ഈക്വൽ ടു 2 pi r perimeter circumference. Okay. n equal to 1 2 3 4 etc. Okay. അപ്പൊ അതിൽ n നമ്മൾ പറയും ക്വാണ്ടം നമ്പർ ഓഫ് ദാറ്റ് ഓർബിറ്റ്. ഓക്കെ. അപ്പൊ n 1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് കിട്ടും, n 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർബിറ്റ് കിട്ടും, n 3 ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഓർബിറ്റ് കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോ കണ്ടീഷൻ ഫോർ ഓർബിറ്റ് സ്റ്റെബിലിറ്റി, ഇലക്ട്രോൺ സ്റ്റേബിൾ ഓർബിറ്റിൽ ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. n ലാംഡ ഈക്വൽ ടു 2 പൈ ആർ എൻ. അല്ല ലാംഡയുടെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ n h ഡിവൈഡ് ബൈ ഇ ഇൻറ്റു റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 ആർ എൻ ഡിവൈഡ് ബൈ എം ഈക്വൽ ടു 2 പൈ ആർ. ഈ ഒരു കണ്ടീഷൻ വരും. അപ്പൊ അവിടുന്ന് ആർ എന്നിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ എന്ന് കിട്ടും. n ഈക്വൽ ടു 1 2 3 4 ക്വാണ്ടം നമ്പറുകളാണ്. ഓക്കെ. അപ്പൊ അതിലേത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷന്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോൺസ്റ്റന്റ് ആണ്. എച്ച് കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. ആകെ വേരി ചെയ്യുന്നത് n സ്ക്വയർ മാത്രം. ഓക്കെ. n ഈക്വൽ ടു 1 2 3 4. അപ്പോ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സം കോൺസ്റ്റന്റ് ഇൻറ്റു n സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. സോ ആർ എൻ ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു a0. a0 is a constant. ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഡിയസ് ആണ്. അതായത് ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിന് r1 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും a0. അതിനെ നമ്മൾ വിളിക്കും ബോർ റേഡിയസ് എന്ന് വിളിക്കും. Okay. So a0 equal to the first orbit radius r1. So that is equal to 5.292 into 10 power minus 11 meter. So that is 5.3, approximately equal to 5.3 into 10 power minus 11 meter. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ. സോ ദിസ് ഇസ് ബോർ മോഡൽ. അതാണ് സ്റ്റേബിൾ. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാ ഡിസ്റ്റൻസിലും കറങ്ങാൻ പറ്റില്ല. സ്പെസിഫിക് ഓർബിറ്റുകൾ മാത്രമുണ്ട്, അതിൽ മാത്രമേ സ്റ്റേബിൾ ആയിരിക്കുള്ളൂ എന്നാണ് ബോർ മോഡൽ പറഞ്ഞത്. ഓക്കെ. സോ ആ കണ്ടീഷനും നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞു. ഇനി ഈ ബോർ മോഡൽ വെച്ചിട്ടാണ് അറ്റോമിക് സ്പെക്ട്ര നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബോർ പറഞ്ഞതാണ് എ ഫോട്ടോൺ ഈസ് എമിറ്റഡ് when an electron jumps from one energy level to a lower energy level. Okay. അതായത് ഒരു ഹയർ എനർജി ലെവൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് ഫോട്ടോൺ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ആറിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടുന്ന് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്, കുറെ മുന്നത്തെ സ്ലൈഡിൽ. ഇ ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എൻ. ഹൈഡ്രജന്റെ കേസിലാണ്. ഓക്കെ. എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് ആൾറെഡി നേരത്തെ നമ്മൾ ഒരുപാട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ അതില് ഇപ്പൊ റേഡിയസ് ഓഫ് ഓർബിറ്റ് ആർ എന്നിലെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ എൻ ഈക്വൽ ടു മൈനസ് എം ഇ പവർ 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു
1/n². ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതിൽ ഈ 1/n² ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ടോട്ടൽ കോൺസ്റ്റന്റിനെ ഇൻക്ലൂഡിംഗ് ദാറ്റ് നെഗറ്റീവ് സൈൻ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ n² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. വേറെ n ഈക്വൽ ടു 1 2 3 4 അങ്ങനെ അങ്ങനെ കോണ്ടന്റ് നമ്പേഴ്സ് ആണ്. കോണ്ടന്റ് നമ്പേഴ്സ് ഓഫ് ദാറ്റ് ഓറഞ്ച്. അപ്പൊ അതിൽ E1 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ -m⁴ ഡിവൈഡഡ് ബൈ 8ε0h². അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will get E1 equal to -2.18 into 10⁻−18 joules. So that is approximately equal to -13.6 electron volt. ഇലക്ട്രോൺ വോൾട്ടേജ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -13.6 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു എനർജി ലെവൽ, അതായത് E1 ഫസ്റ്റ് എനർജി ലെവൽ, ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ലെവൽ, അതിനെ നമ്മൾ വിളിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ആ ഒരു സ്റ്റേറ്റ്. ഓക്കെ. ദെൻ E2 വിൽ ബി ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഓർബിറ്റിനെ ആണെങ്കിൽ 2² 4. അപ്പൊ ഇതിന്റെ ഒരു 4/1 കിട്ടും നെഗറ്റീവ്. ദെൻ E3 എന്ന് പറയുന്നത് ദാറ്റ് ഡിവൈഡഡ് ബൈ 9. E4 എന്ന് പറയുന്നത് ദാറ്റ് ഡിവൈഡ് ബൈ 16. അങ്ങനെ 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 പോകും, കുറഞ്ഞു കുറഞ്ഞു. ഓക്കെ. അപ്പോ E1നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ E2 E3 E4 എല്ലാം നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. എനർജി കൂടുതലുള്ള സ്റ്റേറ്റുകളെ എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ എന്ന് വിളിക്കും. അപ്പൊ ഏറ്റവും കുറവ് എനർജി ഉള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫിഗറിൽ നമ്മൾ ആ എനർജി ലെവൽസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവ് n equal to 1, that corresponds to 1 de Broglie length, so that is equal to the circumference of that orbit. Okay. So that is equal to -13.6 electron volts. Then n equal to 2, അവിടെ 2 de Broglie wavelength ആയിരിക്കും അതിന്റെ സർക്കംഫറൻസ്. അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇതിന്റെ 4/1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് -3.4 ഇലക്ട്രോൺ വോൾട്ട്. ദെൻ അടുത്തത് -1.51 ഇലക്ട്രോൺ വോൾട്ട്. സോ ദാറ്റ് ഈസ് n equal to 3. ദെൻ അങ്ങനെ അങ്ങനെ കുറഞ്ഞ് 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 ലാസ്റ്റ് ഏതിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0ലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ. സോ അറ്റ് n equal to infinity the energy is equal to 0. ഓക്കെ. ക്വാണ്ടം നമ്പർ ഇൻഫിനിറ്റി ആവുമ്പോൾ എനർജി 0 ആയി. സോ ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഈസ് നോ മോർ ബൗണ്ട്. അതിന്റെ എനർജി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിൽ ഇലക്ട്രോൺ അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നതാണ്. സോ ദാറ്റ് മീൻസ്, അല്ലെങ്കിൽ അതിന് മേലെ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഫ്രീ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ ഇലക്ട്രോൺ. നമ്മൾ ആ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ആ ഇലക്ട്രോണിനെ എടുത്തു മാറ്റി. ഇനി അതിനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. ഓക്കെ. നൗ അപ്പൊ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോൺ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ 13.6 ഇലക്ട്രോൺ വോൾട്ട് പോസിറ്റീവ് എനർജി കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു എനർജീനെ നമ്മൾ വിളിക്കും അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കും. ഒരു കോമൺ ആണ്, ഹൈഡ്രജന്റെ കേസിൽ മാത്രമല്ല എല്ലാത്തിന്റെ കേസിലും. അപ്പൊ അയോണൈസേഷൻ എനർജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കണമെങ്കിൽ കൊടുക്കേണ്ട മിനിമം എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ദ അയോണൈസേഷൻ എനർജി ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് പോസിറ്റീവ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി -13.6 ആയിരിക്കും. അപ്പൊ അതിലേക്ക് +13.6 എനർജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ അയോണൈസേഷൻ എനർജി. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ഈ ബോർ മോഡൽ അങ്ങനെ ഡിഫറെന്റ് ഓർബിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അത് വെച്ചിട്ട് വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈൻ സ്പെക്ട്ര. ഓക്കെ. ഓക്കെ. അപ്പോ ബോർ പറഞ്ഞതാണ് an electron falls from high energy levels to low energy level. അപ്പൊ ഹൈ എനർജി ലെവലിൽ നിന്ന് ലോ എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ വീഴുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ഇൻ എനർജി, ആ രണ്ട് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ദാറ്റ് ഈസ് ഗിവൺ ആസ് എ ഫോട്ടോൺ. ആ ടോട്ടൽ എനർജി ഒരു ഫോട്ടോൺ ആയിട്ടാണ് എമിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോട്ടോൺ എനർജി. ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും.
So that means EI, initial energy, minus EF, final energy, ഇലക്ട്രോണിന്റെ കേസാണ്. So that is equal to any സ്റ്റേറ്റിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? E1 divided by n square എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. So E1 into 1 by ni square minus 1 by nf square. N is a quantum number. I ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇനീഷ്യൽ, എഫ് എന്ന് പറയുന്ന ഫൈനൽ. ഓക്കെ, അപ്പോ ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ ഇവിടെ ni സ്ക്വയർ. ഓക്കെ, ഇവിടെ ഫൈനൽ സ്റ്റേറ്റിന്റെ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളൊരു നെഗറ്റീവ് സൈൻ ഒന്ന് പുറത്തേക്ക് എടുക്കുക. മൈനസ് E1 ഇൻറ്റു 1 ബൈ nf സ്ക്വയർ മൈനസ് 1 ബൈ ni സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ജസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ് ഇൻ എനർജി. ഈ എനർജിയാണ് ഫോട്ടോൺ എനർജി ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പൊ ഫോട്ടോണിന്റെ എനർജി നമുക്കറിയാം എച്ച് ന്യൂ ആണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് ന്യൂ ഈക്വൽ ടു ദിസ് എനർജി ഡിഫറൻസ് EI മൈനസ് EF ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ന്യൂ ഈസ് എന്താ പറയാ സി ബൈ ലാംഡയാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാംഡയുടെ ഫോർമുലയിലേക്ക് എത്താൻ പറ്റും. 1 ബൈ ലാംഡ ഈക്വൽ ടു മൈനസ് E1 ഡിവൈഡ് ബൈ സി എച്ച് ഇൻറ്റു 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ബോർ മോഡൽ പ്രകാരം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ ഇതൊന്ന് നോക്കുക. ഓക്കെ, so this formula is similar to the formula that we obtained earlier for atomic spectra. നമ്മൾ നേരത്തെ അറ്റോമിക് സ്പെക്ട്രയുടെ ഇക്വേഷൻസ് എഴുതി പല സീരീസിന്റെ ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഈ 5 സീരീസിന്റെയും വേവ് ലെങ്ത്തുകൾ നമ്മൾ എഴുതി. അവിടെ നമ്മൾ എഴുതിയത് 1 ബൈ ലാംഡ ഈക്വൽ ടു R ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ, ആ രീതിയിലൊക്കെയാണ് നമ്മൾ എഴുതി. അപ്പോൾ ആ കോൺസ്റ്റന്റ് R അതൊരു എംപിരിക്കൽ കോൺസ്റ്റന്റ് ആയിരുന്നു. ആ കോൺസ്റ്റന്റ് നമ്മൾ പേര് വിളിച്ചു റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ആക്ച്വൽ തിയറി പ്രകാരം, ബോർ മോഡൽ പ്രകാരം മൈനസ് E1 ഡിവൈഡഡ് ബൈ സി എച്ച് ആണ് ആ ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇത് എസ്റ്റിമേറ്റ് ചെയ്താൽ E1 നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ E1 എന്ന് പറയുന്നത് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോ അത് ഡിവൈഡഡ് ബൈ സി ഇൻറ്റു എച്ച്. ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി യു വിൽ ഗെറ്റ് ദ റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതാണ് എല്ലാ സീരീസും. സോ ദാറ്റ് ഈസ് ലെമൻ സീരീസ് എന്ന് പറയുന്നത് മൈനസ് E1 ഡിവൈഡ് ബൈ സി എച്ച് ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ. n 2 മുതൽ അങ്ങോട്ട് മേലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സീരീസിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ n 3 മുതലാണ്. ഓക്കെ, 1 ബൈ 2 സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ ആയിരിക്കും. പാഷൻ സീരീസ് ആണ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ. അത് 4 മുതൽ അങ്ങനെ കയറി കയറി. സോ ദീസ് ആർ ദ സീരീസ്. ഓക്കെ, അപ്പൊ ഈ ബോർ മോഡല് ഈ അറ്റോമിക് സ്പെക്ട്ര കറക്റ്റ് ആയിട്ട്, ലൈൻ സ്പെക്ട്ര, അബ്സോർപ്ഷൻ സ്പെക്ട്ര, എമിഷൻ സ്പെക്ട്ര ഏതാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റി. സോ ദാറ്റ് വാസ് ദ സക്സസ്ഫുൾനെസ് ഓഫ് ബോർ മോഡൽ. നമ്മൾ നേരത്തെ പറഞ്ഞ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് E1 ഡിവൈഡ് ബൈ സി എച്ച് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ആൾ അബൌട്ട് അറ്റോമിക് മോഡൽസ്. ഓക്കെ, ഞാനിവിടെ 2-3 പ്രോബ്ലം തന്നിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചെയ്യാൻ. നമ്മൾ ഈ തന്നിരിക്കുന്ന ഫോർമുലയിൽ തന്നെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.